മൈദ എന്ന് പറഞ്ഞാൽ തന്നെ ക്യാൻസറോജനിക്കാണ്. പിന്നെ അതിന്റെ മേലോട്ട് പോകേണ്ട കാര്യം നമുക്കില്ല. ഗോതമ്പിന്റെ അവസാനത്തെ വേസ്റ്റ് പശ, അതിനകത്ത് അലോക്സിനും. അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് ചോക്ലേറ്റിന്റെ ദാന. ഇങ്ങനെയാണ് മാർക്കറ്റിൽ ചോക്ലേറ്റിന്റെ ദാന കിട്ടുന്നത്. ഇതാണ് നമ്മൾ മേടിച്ച് തിന്നുന്നത്. ഇങ്ങനെ കിട്ടും. ഇത് മൈദയും ചോക്ലേറ്റിന്റെ മണവും കളറും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിനെ നമുക്ക് എന്ത് വേണേലും ആക്കി മാറ്റിയെടുക്കുക. ഏത് കമ്പനിയുടെ സാധനം വേണോ, ഇങ്ങനെയാണ് ദാനയായിട്ട് മാർക്കറ്റിൽ കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യം വേണമെങ്കിൽ ഇതിനകത്ത് അതിന്റെ ഉദാഹരണം അവർ എഴുതിയിട്ടുണ്ട്. മഞ്ച് കണ്ടോ, ഇതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വീറ്റ് ഫ്ലവർ ആഡഡ് ടു ആർട്ടിഫിഷ്യൽ കളർ, ആർട്ടിഫിഷ്യൽ ഫ്ലേവർ എല്ലാം എഴുതിയിട്ടുണ്ട്. കൃത്രിമമായി ഉണ്ടാക്കി. നമ്മളിത് ആരും വായിക്കുന്നില്ല ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും. കണ്ടെയ്ൻ ആഡഡ് ആർട്ടിഫിഷ്യൽ വാനില ഫ്ലേവർ. വാനില ഇല്ല, കൃത്രിമ പെട്രോളും ആസിഡും കൊണ്ടുണ്ടാക്കിയതാണ് ഫ്ലേവർ എന്ന് പബ്ലിക്കിന് അറിയാത്തത് കൊണ്ടാണ് അവർക്ക് മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇൻഗ്രീഡിയൻസിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് വീറ്റ് ഫ്ലവർ. ഇൻഗ്രീഡിയൻസ് വീറ്റ് ഫ്ലവർ, പാർട്ട്ലി ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ. അതിനകത്താണ് ട്രാൻസ് ഫാറ്റ് ഉണ്ടാവുന്നത്. അതിനകത്ത് അടിയിൽ എഴുതിയിട്ടുണ്ട് കണ്ടെയ്ൻ ആഡഡ് ട്രാൻസ് ഫാറ്റ്. ട്രാൻസ് ഫാറ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോണം, പിന്നെ ഈ സാധനം കഴിക്കരുത്. കാരണം ട്രാൻസ് ഫാറ്റ് ഒരു കുട്ടിയുടെ ഉള്ളിൽ ചെന്നാൽ അടുത്ത കുട്ടി ജനിക്കില്ല. 50 ഡിഗ്രിക്ക് മേളിലേ ഈ ട്രാൻസ് ഫാറ്റ് ഉരുകുള്ളൂ. നമ്മുടെ ശരീരത്ത് ഭയങ്കര പനി പിടിച്ചാൽ പോലും 42 ഡിഗ്രി ടെമ്പറേച്ചർ വരെ വരുന്നുള്ളൂ. 50 ഡിഗ്രിയിലേ ഇത് ഉരുകുള്ളൂ. അതുകൊണ്ട് ഇത് കൊറോണറി ആർട്ടറിയെ ഡയറക്റ്റ് ബ്ലോക്ക് ആക്കും, ബ്ലഡിന്റെ സർക്കുലേഷൻ കുറയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഇത് ക്യാൻസർ ആണ്. എല്ലാത്തിനും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ട്രാൻസ് ഫാറ്റ് നെറ്റിൽ പോയി അടിച്ചു നോക്കിയാൽ അതിന്റെ ഡീറ്റെയിൽ വിക്കിപീഡിയ പോയി ഒന്ന് അടിച്ചു നോക്കുക, എവിടെ വേണമെങ്കിലും അടിച്ചു നോക്കൂ. ഇത്രയും സാധനം ഇതിനകത്ത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് തമാശ. ഇതിനകത്ത് നിങ്ങൾ വായിക്കുമ്പോൾ ഇതിനകത്ത് ഈ 22 എന്ത് വന്നു, അല്ലെങ്കിൽ ഈ 221 എന്ത് വന്നു, അല്ലെങ്കിൽ ഈ 635 എന്ത് വന്നു, ഈ 401 എന്ത് വന്നു. ഇത് ഓരോ ഗ്രേഡും ഉണ്ട്. അവർ ഈ ഗ്രേഡ് എഴുതി വെച്ചു. നിങ്ങൾ ആരെങ്കിലും നോക്കാറുണ്ട് ഒരു മഞ്ചും മേടിച്ചു ഈ 425 അല്ലെങ്കിൽ ഈ 635 ഒക്കെ മേടിക്കാൻ പോകാനായിട്ട് നിങ്ങളെ കൊണ്ടുണ്ടോ? ഇതിനകത്തെല്ലാം അതിനകത്ത് ഓരോന്നിന്റെ ഡേറ്റുകളും എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ സാധനം നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതുപോലെ ഈ എന്തുവാ, അതുപോലെ നമുക്ക് വിദ്യാഭ്യാസമുള്ള നമ്മള് ഈ വിദ്യാഭ്യാസം എല്ലാം പഠിച്ചത് അവനവന്റെ ശരീരത്തിനെ പറ്റിയോ അവനവന്റെ ജീവിതത്തെ പറ്റിയോ നമ്മുടെ ജന്മത്തെ പറ്റിയോ ഒന്നും ഒരു ചുക്കും പഠിക്കുന്നില്ല. നമ്മളെന്താ പഠിക്കണേ? അതാണ് ഇമ്പോർട്ടന്റ്. അതിനാ മാറേണ്ടത്. അമേരിക്കൻ പ്രസിഡന്റ് ആരാ? എല്ലാ കുട്ടികൾക്കും അറിയാം. അവന്റെ വീടിന്റെ മുമ്പിൽ താമസിക്കുന്ന അവന്റെ പഞ്ചായത്തിലെ വാർഡ് മെമ്പർ ആരാന്ന് ഒരുത്തിന് പറഞ്ഞുകൂടാ. അവരുടെ പഞ്ചായത്ത് ഏതാന്ന് അറിഞ്ഞുകൂടാ. പഞ്ചായത്തിൽ എത്ര വാർഡുണ്ടെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ പഠിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് നമുക്കൊരു പ്രയോജനവും ഇല്ലെന്നുള്ള കാര്യം ആദ്യം പഠിക്കും. A+B ദ ഹോൾ സ്ക്വയർ, A² + 2AB + B² എല്ലാവർക്കും അറിയാം. എവിടെയെങ്കിലും ആരുടെയെങ്കിലും ജീവിതവുമായിട്ട് ഇത് ബന്ധമുണ്ടോ? എവിടെയെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടോ? ഒന്ന് പറഞ്ഞുതരാം. ഇത് കാണാപ്പാടം പഠിച്ചിരിക്കും, എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഈ സംസ്കാരം ഒന്ന് മാറട്ടെ. ഈ ചോക്ലേറ്റ്, ഐസ്ക്രീം, മിഠായി ഇതെല്ലാം മാർക്കറ്റിൽ നിന്ന് മാറുമ്പോൾ നമ്മുടെ പിള്ളേർ ചോക്ലേറ്റ് എന്നാൽ എന്തുകൊണ്ടാണ് വാകേടാവുന്നേ? പല്ല് പൊടിഞ്ഞു പോകുന്നു. ഇതിനകത്ത് സാക്രീൻ നമ്മുടെ ശരീരത്തിനകത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്ത് മൊത്തം കാൽസ്യത്തിനെയും ന്യൂട്രലൈസ് കളയും. അല്ലാതെ പല്ലിന്റെ ഇടയ്ക്ക് ചോക്ലേറ്റ് കരിഞ്ഞിട്ടല്ല പല്ല് പൊടിയുന്നത്. പല്ല് പൊടിയുന്നതിനൊപ്പം കണ്ണ്, മുടി, സ്കിന്ന്, എല്ല് ഇതെല്ലാം ഡൗൺ ആവുകയാണ്. പല്ല് കേടുള്ള ആൾക്കാർ നോക്കണം, അവന്റെ എല്ല് ബലമില്ലാത്തതാണ്, അവന്റെ കാഴ്ചക്ക് ഷാർപ്പില്ല, കേൾവി പോലും എല്ലാം, അവന്റെ സ്കിന്ന് എല്ലാത്തിനും വ്യത്യാസം ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ന്യൂട്രിയൻസിനെ ന്യൂട്രലൈസ് ചെയ്ത് കളയുന്നു. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത് തിന്നാൽ കുഴപ്പമുണ്ടാകുന്നത്. അപ്പൊ ഇന്ന് മുതൽ നമ്മുടെ കുട്ടികൾക്കെല്ലാം ചോക്ലേറ്റ് മാറ്റുന്നു, മിഠായി മാറ്റുന്നു. പിന്നെ ഈ ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫാറ്റ് ഉള്ളത് പപ്സ്, ബർഗർ, പിസ, പിസ്ത, ബ്രെഡ്, ബന്ന്, ബേക്കറി ഐറ്റങ്ങളിനകത്ത് എല്ലാത്തിനകത്തും ഈ ട്രാൻസ്ഫാറ്റ് ഉണ്ട്. അപ്പൊ ബേക്കറി ഐറ്റങ്ങൾ തിന്നാൻ വെച്ച് അടുത്ത തലമുറ ഉണ്ടാവാനായിട്ട് അച്ഛനും അമ്മയും കൂടെ മക്കളെ കൊണ്ട് നടക്കാണ്. എന്റെ മോക്ക് കുട്ടിയില്ല, എന്റെ മോന് കുട്ടിയില്ല, അതുകൊണ്ട് നടക്കാണ്. ആദ്യം കുട്ടി ഉണ്ടാവാതിരിക്കുന്ന മരുന്ന് കൊടുത്തോണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് മുതൽ നമ്മള് ഇതങ്ങ് നിർത്തി. പകരം എന്തുവാണ്? പകരം അട, ശർക്കര കൂട്ടി. ഇപ്പൊ ഇഷ്ടം പോലെ ചക്കര സീസണാണ്. നോക്കുക, മാങ്ങ പഴുത്തത്, പുളി കഴിക്കുക, നല്ല ടേസ്റ്റുള്ള പപ്പങ്ങ, പൈനാപ്പിൾ, ഇതെല്ലാം നാടൻ, പേരയ്ക്ക, സപ്പോട്ട, ഇതൊക്കെയായിരുന്നു പണ്ടുള്ളവൻ 10-25 വർഷത്തിന് മുമ്പ് തിന്നത്.